വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 270 കടന്നു. രക്ഷാപ്രവർത്തനത്തിനായി തൃശൂരിൽ നിന്ന് 40 അംഗ സിവിൽ ഡിഫൻസ് സേനാംഗങ്ങൾ വയനാട്ടിലെത്തി. മഴപ്പെയ്ത്തിൽ ദുരിതം തീരാതെ ജില്ല. ഭാരതപ്പുഴയിൽ കേന്ദ്ര ജല കമ്മീഷന്റെ പ്രളയ മുന്നറിയിപ്പ്. പീച്ചി ഡാം അനിയന്ത്രിതമായി തുറന്ന സാഹചര്യം അന്വേഷിക്കുന്നതിന് ജില്ലാ കളക്ടർ സബ് കളക്ടറെ ചുമതലപ്പെടുത്തി. ഇഞ്ചമുടി വൈക്കോൽ ചിറയുള്ള കരുവന്നൂർ പുഴമുഖത്തെ സ്ലൂയിസ് തള്ളിപ്പോയി. പെരിങ്ങൽകുത്ത് ഡാമിലെ 2 സ്ലൂയിസ് ഗേറ്റ് കൂടി തുറക്കും. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വ്യാഴാഴ്ചയും അവധി. തൃശൂർ നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. പെരിങ്ങാവിൽ വീടുകളിൽ കുടുങ്ങിയ വയോധികരെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. മന്ത്രി ആർ ബിന്ദു ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു. മണലിപ്പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് നെന്മണിക്കര, പുതുക്കാട്, ആമ്പല്ലൂർ എന്നിവിടങ്ങളിൽ പ്രളയസമാനമായ രീതിയിൽ വെള്ളമുയർന്നു. നെന്മണിക്കര പഞ്ചായത്തിൽ 1000-ലധികം വീടുകളിൽ വെള്ളം കയറി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാത 7 ദിവസത്തിനകം സഞ്ചാരയോഗ്യമാക്കാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. റിപ്പോർട്ട് സമർപ്പിച്ചില്ലെങ്കിൽ KSTP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടിയെടുക്കുമെന്ന് കളക്ടർ. ജില്ലയിലെ 3 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് മുന്നേറ്റം. പാവറട്ടി പഞ്ചായത്തിലെ സീറ്റ് UDF-ൽ നിന്ന് പിടിച്ചെടുത്ത് NDA. ഉള്ളൂർക്കരയിലും വെള്ളാങ്ങല്ലൂരിലും LDF സീറ്റ് നിലനിർത്തി. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. നാടിനെ നടുക്കിയ വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 270 200-ലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. പരിക്കേറ്റ പലരുടെയും നില അതീവ ഗുരുതരമാണ്. 3069 പേരെ വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. കാണാതായവർക്ക് വേണ്ടി ദൌത്യസംഘം തെരച്ചിൽ തുടരുകയാണ്. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം പ്രദേശത്ത് മഴ പെയ്തത് രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കി. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേരും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ദുരന്തമേഖല സന്ദർശിക്കും. ജില്ലയിൽ നിന്നുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ 40 സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സ് സംഘം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി വയനാട്ടിലെത്തി. ജില്ലയിലെ വിവിധ ഫയർ സ്റ്റേഷനിലെ സിവിൽ ഡിഫൻസ് സേനാംഗങ്ങളാണ് പ്രത്യേകം ഏർപ്പെടുത്തിയ KSRTC ബസ്സിൽ വയനാട്ടിലെത്തിയത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള മെഡിക്കൽ സംഘം കഴിഞ്ഞ ദിവസം വയനാട്ടിലെത്തിയിരുന്നു. മഴ ശമിച്ചെങ്കിലും ഒഴിയാതെ ദുരിതം. ഡാമുകളിൽ നിന്നുള്ള വെള്ളവും പെയ്ത്തുവെള്ളവും ഒന്നിച്ചെത്തിയതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ മാറി താമസിക്കുവാൻ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടു. 124 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 6000-ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചു. മണലി, കരുവന്നൂർ പുഴകൾ കവിഞ്ഞൊഴുകിയതിനാൽ 100 കണക്കിന് വീടുകളിലാണ് വെള്ളം കയറിയത്. പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. പീച്ചി ഡാം തുറന്ന് ഒറ്റ ദിവസം തന്നെ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കിയതാണ് ദുരിതം ഇരട്ടിയാക്കിയത്. ജില്ലയിലെ മലയോര മേഖലയ്ക്ക് രാത്രി യാത്ര വിലക്ക് തുടരുകയാണ്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ NDRF സംഘം ജില്ലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിൽ ചൂണ്ടൽപ്പാടം റോഡിൽ വെള്ളം കയറിയത് മൂലം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. അതേസമയം പീച്ചി ഡാം അനിയന്ത്രിതമായി തുറന്ന സാഹചര്യം അന്വേഷിക്കുന്നതിന് ജില്ലാ കളക്ടർ സബ് കളക്ടറെ ചുമതലപ്പെടുത്തി. ഡാമിൽ നിന്നും തുറന്നുവിടേണ്ട വെള്ളത്തിന്റെ അളവിൽ മുൻകൂട്ടി കണക്കാക്കി ഡാം മാനേജ്മെന്റിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സബ് കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭാരതപ്പുഴയിൽ കേന്ദ്ര ജല കമ്മീഷന്റെ പ്രളയ മുന്നറിയിപ്പ്. ജനങ്ങളും പുഴയുടെ തീരത്തുള്ള ഭരണ സംവിധാനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ജല കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി. മഴയുടെ ശക്തി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഡാമുകൾ തുറക്കേണ്ട സാഹചര്യം മുന്നിൽ കണ്ടുമാണ് പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ പുഴ കരകവിഞ്ഞ് ഒഴുകിയതും വീടുകളിൽ വെള്ളം കയറിയതും തിരിച്ച് സാധാരണ നിലയിലേക്ക് മാറിയിരുന്നു. ചാഴൂർ ഇഞ്ചമുടി വൈക്കോൽ ചിറയിലുള്ള കരുവന്നൂർ പുഴമുഖത്തെ സ്ലൂയിസ് തള്ളിപ്പോയി. കരുവന്നൂർ പുഴയിൽ ജലനിരപ്പ് ഉയരുകയും ഒഴുക്ക് ശക്തമാവുകയും ചെയ്തതിനെ തുടർന്നാണ് സ്ലൂയിസ് തള്ളിയത്. രാവിലെ സ്ലൂയിസിൽ വിള്ളലുകൾ കണ്ടതിനെ തുടർന്ന് നാട്ടുകാരും ഇറിഗേഷൻ അധികൃതരും സ്ഥലത്തെത്തിയിരുന്നു. സ്ലൂയിസ് പൊളിക്കുവാനുള്ള നീക്കവുമായി ഒരു വിഭാഗം ആളുകളും പൊളിക്കുന്നത് തടയുവാനുള്ള ഒരുക്കവുമായി മറുവിഭാഗം ആളുകളും നിന്നതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉണ്ടാവുകയും പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് സ്ലൂയിസ് തള്ളി വെള്ളം ശക്തിയായി ഹെർബർട്ട് കനാലിലേക്ക് ഒഴുകാൻ തുടങ്ങിയത്. ഇതോടെ ചേർപ്പ്, ചാഴൂർ, പാറളം, അന്തിക്കാട് പഞ്ചായത്ത് പരിധിയിലുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ട് ഭീഷണിയിലായി.
അപ്രതീക്ഷിത വെള്ളപ്പൊക്കത്തിന്റെ ഞെട്ടലിലാണ് പുത്തൂർ കൈനൂർ നിവാസികൾ. അധികൃതരുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്ന് നാട്ടുകാർ. കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയും പീച്ചി ഡാമിൽ ഒറ്റ ദിവസം വൻതോതിൽ വെള്ളം ഒഴുക്കിവിട്ടതുമാണ് അപ്രതീക്ഷിത വെള്ളപ്പൊക്കത്തിനിടയാക്കിയത്. മുൻകൂട്ടി മുന്നറിയിപ്പില്ലാതിരുന്നതിനാൽ വീടുകളും സ്ഥാപനങ്ങളും വെള്ളത്തിൽ മുങ്ങി. പുത്തൂർ പുഴയിൽ വെള്ളമുയർന്നതോടെ പുത്തൂർ കൈനൂർ പ്രദേശവാസികൾ ദുരിതത്തിലായി. അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് വെള്ളക്കെട്ടിന് കാരണമായതെന്ന് നാട്ടുകാർ പറഞ്ഞു. 2018 ആദ്യത്തെ അനുഭവമായതുകൊണ്ട് ഞങ്ങളെല്ലാം ക്ഷമിച്ചു. ഈ അനുഭവങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഈ ഡാമിന്റെ അകത്ത് സ്റ്റോറേജ് കപ്പാസിറ്റി ഇല്ല. അതിനകത്തുള്ള ചെളി നീക്കം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല. ഇത് വേനൽക്കാലത്ത് വെള്ളമില്ല, 2 മഴ പെയ്യുമ്പോഴേക്കും എങ്ങനെയാണ് ഇത്രയും അവസ്ഥ വരുന്നത്? ഇതെന്തായാലും ഇനി ജനങ്ങൾ രംഗത്തിറങ്ങും, സംശയമൊന്നുമില്ല. ഒരു പ്രാവശ്യം അനുഭവിച്ചു. ഇന്നലെ ചൊവ്വാഴ്ച 5 മണിയായപ്പോഴാണ് ഇവിടെ വെള്ളെത്തിയത്. അത് വരെ ഒരു തടസ്സം നടന്നില്ല. ഇവിടെ ഒരു തുള്ളി വെള്ളം ഇവിടെ നടന്നില്ല. ആകെ പെട്ടെന്നാണ് ഈ ഡാം 72 ഇഞ്ച് വരെ തുറന്നു. പിന്നെ അവിടേക്ക് വെള്ളം പോണു. പുത്തൂർ കാലടി കുന്നംകാട്ടുകരയിൽ 200ഓളം കുടുംബങ്ങളാണ് വെള്ളത്തിൽ മുങ്ങിയത്. വ്യാപാര സ്ഥാപനങ്ങളുടെ ഷട്ടറുകൾ ശക്തമായ കുത്തൊഴുക്കിൽ തകർന്നു. കൈനൂരിൽ 500ഓളം വീടുകൾ വെള്ളത്തിലായി. പുഴയോരം ഗാർഡൻ റോഡ്, ഇരവിമംഗലം, പുഴമ്പള്ളം, മണ്ണാവ് എന്നിവിടങ്ങളിലും പുഴ കവിഞ്ഞെത്തിയ വെള്ളം കനത്ത നാശം വിതച്ചു. വാഹനങ്ങളും വെള്ളത്തിൽ മുങ്ങി. പുത്തൂർ പഞ്ചായത്തിലെ 3 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1200ഓളം പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. പുത്തൂർ ഗവൺമെന്റ് LP സ്കൂൾ, കൈനൂർ ക്ഷേത്രം ഹാൾ, മരത്താക്കര സെന്റ് ജോസഫ് സ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. പുത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ ക്യാമ്പ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി. TCV ന്യൂസ്, തൃശൂർ. കേന്ദ്ര സർക്കാരിന്റെ റൂൾ കർവ് അടിസ്ഥാനത്തിൽ പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിൽ ജില്ലാ ഭരണകൂടം വീഴ്ച വരുത്തിയതായി പരാതി. അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്താണ് മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത്. അധികൃതരുടെ അനാസ്ഥ മൂലം പീച്ചി, പുത്തൂർ, കൈനൂർ, നടത്തറ, കണ്ണാറ, തൃശൂർ നഗരപരിധിയിലെ പ്രദേശങ്ങളിലും വെള്ളത്തിൽ മുക്കിയതായി പരാതിയിൽ ചൂണ്ടിക്കാട്ടി. ജനങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് പരാതിയിൽ ആവശ്യപ്പെട്ടു. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി ചിമ്മിനി ഡാം നേരിയ തോതിൽ തുറന്നു. വൈദ്യുതി ഉൽപാദനത്തിനാവശ്യമായ പ്രതിദിനം 0.55 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് പുറത്തുവിടുന്നത്. ചിമ്മിനി ജലവൈദ്യുത പദ്ധതിയിൽ ഉൽപാദനം ആരംഭിച്ചു. വൈദ്യുതി ഉൽപാദനത്തിന് സെക്കൻഡിൽ 6.36 മീറ്റർ ക്യൂബ് വെള്ളമാണ് നൽകുന്നത്. ബുധനാഴ്ച 70.93 മീറ്ററാണ് ഡാമിലെ ജലനിരപ്പ്. 111.98 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് ഡാമിൽ സംഭരിച്ചിട്ടുള്ളത്. ഇത് ചിമ്മിനിയുടെ മൊത്തം സംഭരണ ശേഷിയുടെ 73.89%. ഇപ്പോൾ ഡാമിന്റെ KCB വാൽവ് വഴിയാണ് വെള്ളം പുറത്തുവിടുന്നത്. ഒരു ദിവസം മാറി നിന്ന മഴ വീണ്ടും പെയ്തു തുടങ്ങിയതോടെ ഡാമിൽ ജലനിരപ്പ് നിർദ്ദിഷ്ട റൂൾ കർവ് കടന്നു. ഇനിയും ജലനിരപ്പ് ഉയർന്നാൽ മാത്രമേ സ്ലൂയിസ് വാൽവ് വഴി പുഴയിലേക്ക് വെള്ളം തുറന്നുവിടൂ. പിന്നെയും നീരൊഴുക്ക് കൂടിയാൽ സ്പിൽവേ ഷട്ടറുകൾ തുറക്കുന്ന കാര്യം പരിഗണിക്കും. ജലനിരപ്പ് 74.9 മീറ്ററിലെത്തിയതിനാൽ ഡാമിന്റെ സുരക്ഷ കണക്കിലെടുത്ത് നീല മുന്നറിയിപ്പ് നൽകും. ജലനിരപ്പ് 75.4 മീറ്റർ എത്തിയാൽ ഓറഞ്ച് മുന്നറിയിപ്പും 75.9 റെഡ് അലർട്ട് നൽകുകയും സ്പിൽവേ ഷട്ടറുകൾ തുറക്കുകയും ചെയ്യും. 76.4 മീറ്ററാണ് ചിമ്മിനി ഡാമിന്റെ പരമാവധി ജലനിരപ്പ്. 151.55 ദശലക്ഷം ഘനമീറ്ററാണ് ചിമ്മിനിയുടെ സംഭരണശേഷി. പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി 2 സ്ലൂയിസ് ഗേറ്റ് കൂടി തുറക്കും. ഇതിന്റെ ഭാഗമായി 470 ക്യുമെക്സ് ജലം ചാലക്കുടി പുഴയിലേക്ക് ഒഴുകുന്നതിനാൽ ഏകദേശം 50 സെന്റിമീറ്റർ ജലനിരപ്പ് പുഴയിൽ ഉയരുവാനുള്ള സാധ്യതയുണ്ട്. ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ അതിരപ്പള്ളി, പരിയാരം, മേലൂർ, കാടുകുറ്റി, അന്നമനട, കുഴൂർ, എറിയാട് പ്രദേശങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. നേരത്തെ ഡാമിന്റെ 3 ഷട്ടറുകൾ 14 അടി വീതവും സ്ലൂയിസ് ഗേറ്റും തുറന്നിരുന്നു. വടക്കാഞ്ചേരി മങ്കരയിൽ മണ്ണിടിച്ചിൽ ഭീഷണി. എങ്കക്കാട് മങ്കര കയറ്റത്തിലുള്ള ഉള്ളാട്ടുകുടിയിൽ ശോശാമയുടെ വീടിന് പുറകിലെ കുന്നിലെ മണ്ണാണ് ഇടിഞ്ഞത്. മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന വീട്ടുകാർ ബന്ധുവീടുകളിലേക്ക് മാറി. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും അവധി പ്രഖ്യാപിച്ചു. ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിലാണ് അവധി. അങ്കണവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും ഇന്റർവ്യൂകൾക്കും മാറ്റമില്ല. പുത്തൂർ കൈനൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിനെ കണ്ടെത്താനായില്ല. കൈനൂർ സ്വദേശി കാരാട്ടുപറമ്പിൽ തിലകന്റെ മകൻ അഖിലാണ് കഴിഞ്ഞ ദിവസം ഒഴുക്കിൽപ്പെട്ടത്. ഇരിങ്ങാലക്കുടയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘം പുത്തൂർ പുഴയിലും പുലക്കാട്ടുകര ഷട്ടറിന് സമീപത്തും തിരച്ചിൽ നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്താനായില്ല. തൃശൂർ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിൽ. മഴ അല്പം ശമിച്ചെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം ഒഴിഞ്ഞുപോകാത്ത സ്ഥിതിയാണ്.
ചെമ്പൂക്കാവ്, ചേറൂർ, കുണ്ടുപാറ, പെരിങ്ങാവ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വെള്ളക്കെട്ട് തുടരുന്നത്. ജില്ലയിലെ ചെറുതും വലുതുമായ ഡാമുകളെല്ലാം തുറന്നതും പുഴയ്ക്കൽ പുഴ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതുമാണ് നഗരത്തിലെ വെള്ളക്കെട്ടിനിടയാക്കിയത്. പല പ്രദേശങ്ങളിലും അപ്രതീക്ഷിതമായി വെള്ളം കയറിയതോടെ പെരിങ്ങാവ് മേഖലയിലെ 500ഓളം വീടുകളും വിൽവട്ടം മേഖലയിലെ 100 കണക്കിന് വീടുകളും വെള്ളക്കെട്ടിലായി. പെരിങ്ങാവ് ബിവറേജിന് സമീപം വീടുകളിൽ കുടുങ്ങിയ വയോധികരെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. നഗരത്തിലെ റോഡുകളിൽ വെള്ളം ഉയർന്നത് യാത്രക്കാരെ ബാധിച്ചു. അല്ല, ഞങ്ങളിപ്പോൾ പേരാമംഗലത്തേക്ക് പോകാനായിട്ട് വന്നതാണ്. കിഴക്കേ കോട്ടയം വന്നാണ് വരുന്നത്. വെള്ളം കാണുമ്പോൾ അവസ്ഥ കാണുമ്പോൾ നമ്മൾ ടൂ വീലറിൽ പോകാൻ പറ്റിയ സാഹചര്യം ഇല്ലാന്ന് മനസ്സിലാവണു. ഇപ്പോൾ നമ്മൾ യാത്ര ക്യാൻസൽ ചെയ്യുക, അല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. വേറെ വഴിക്കാനും മാറിപ്പോകാൻ പറ്റുമെന്ന് നോക്കട്ടെ. പുഴയ്ക്കൽ പെട്രോൾ പമ്പിലും MLA റോഡിലും വെള്ളം കയറിയതിനാൽ ഇതുവഴിയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. MG നഗർ, ബൃന്ദപുരി, രാംനഗർ, പീപ്പിൾസ് ലൈൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് 150ഓളം കുടുംബങ്ങളെ ദുരിതാശ്വാസ കേന്ദ്രത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. മഴക്കെടുതി വളരെ രൂക്ഷമാണ്. നമ്മുടെ ഡിവിഷനിൽ തന്നെ MG നഗർ, അതുപോലെ തന്നെ രാംനഗർ, വൃന്ദപുരി, പീപ്പിൾസ് ലൈൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ അതിരൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. കുറച്ച് ആളുകളെ നമ്മൾ അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. പൂമന്നം സ്കൂളിൽ തന്നെ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. അവിടെ ഏകദേശം 150ഓളം പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനിയും മഴ നിന്നാൽ അഭൂതപൂർവമായ വെള്ളക്കെട്ടിനാണ് സാധ്യത. കോർപ്പറേഷൻ പരിധിയിൽ 9 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 1000ഓളം ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലെ സാഹചര്യം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നേരിട്ടെത്തി വിലയിരുത്തി. 2018 പ്രളയ സമാനമായ സാഹചര്യം നിലനിൽക്കുന്ന അവസരത്തിൽ ഇനിയും മഴ തുടർന്നാൽ സ്ഥിതി കൂടുതൽ ഗുരുതരമാകും. ജില്ലയിൽ 2 ദിവസമായി തുടരുന്ന കനത്ത മഴയ്ക്ക് ഇന്ന് അല്പം ശമനമുണ്ടെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പുഴയ്ക്കൽ റോഡിൽ ഇന്ന് വെള്ളം കയറി ഗതാഗതം സ്തംഭിച്ച അവസ്ഥയിലാണ്. ചെറിയ വാഹനങ്ങളൊന്നും ഇതിലെ കടന്നു പോകുന്നില്ല. അതേസമയം പെരിങ്ങാവിൽ ഇന്നലെ വെള്ളം കയറിയിരുന്നെങ്കിലും അവിടെ നിന്നെല്ലാം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനിയും മഴ തുടർന്നാൽ വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ജിജി ആന്റണി, TCV ന്യൂസ്, തൃശൂർ. മണലിപ്പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് പുതുക്കാട്, നെന്മണിക്കര, അളഗപ്പനഗർ, തൃക്കൂർ എന്നീ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രളയ സമാനമായ രീതിയിൽ വെള്ളമുയർന്നു. ആയിരക്കണക്കിന് പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ആമ്പല്ലൂർ കനാലിന് സമീപത്ത് നിരവധി വീടുകളിൽ വെള്ളം കയറി. ഇവിടെ കുടുങ്ങിക്കിടന്ന നിരവധി വീട്ടുകാരെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. ആമ്പല്ലൂർ കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിലെ റോഡിലും കല്ലൂർ പാടം വഴിയിലും വെള്ളമുയർന്നു. ഇതോടെ വരന്തരപ്പള്ളി, കല്ലൂർ, ആമ്പല്ലൂർ റോഡുകളിൽ ഗതാഗതം സ്തംഭിച്ചു. ബുധനാഴ്ച പുലർച്ചെ 2 മണിക്ക് ശേഷമാണ് പ്രദേശത്ത് വെള്ളമുയർന്നത്. ഇരുട്ടായതിനാൽ രക്ഷാപ്രവർത്തനത്തിനും തടസ്സം നേരിട്ടു. 2018 പ്രളയത്തിന് സമാനമായ രീതിയിലാണ് ആമ്പല്ലൂർ, നെന്മണിക്കര, പുതുക്കാട് പ്രദേശങ്ങളിൽ വെള്ളം കയറിയത്. നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. വീടിനുള്ളിലേക്ക് വെള്ളം കയറിയതോടെ ആളുകൾ ടെറസിന് മുകളിൽ അഭയം തേടി. പിന്നീട് ഫയർഫോഴ്സ് ഡിങ്കി ബോട്ട് എത്തിച്ചാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. കേളിത്തോട് പ്രദേശത്തുള്ള 25ഓളം കുടുംബങ്ങളെ പുതുക്കാട് സെന്റ് സേവിയേഴ്സ് കോൺവെന്റ് സ്കൂളിൽ ആരംഭിച്ച ക്യാമ്പിലേക്കും ആമ്പല്ലൂർ പ്രദേശത്തെ നിരവധി കുടുംബങ്ങളെ അളഗപ്പനഗർ പഞ്ചായത്ത് സ്കൂളിലെ ക്യാമ്പിലേക്കും മാറ്റി. നെന്മണിക്കര പഞ്ചായത്തിലെ പുലക്കാട്ടുകര പ്രദേശം ഒറ്റപ്പെട്ടു. ഇവിടെ ഒറ്റപ്പെട്ടുപോയ കുടുംബങ്ങളെ മാറ്റാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. നെന്മണിക്കര പഞ്ചായത്തിൽ 1800ഓളം വീടുകളിൽ വെള്ളം കയറി. തലവണിക്കര, പാലിയേക്കര, പഴയ ദേശീയപാത എന്നിവിടങ്ങളിലും വെള്ളം കയറിയ നിലയിലാണ്. TCV ന്യൂസ്, പുതുക്കാട്. മണലിപ്പുഴ ഇത്തവണയും പുലക്കാട്ടുകര ഗ്രാമനിവാസികളെ ഒറ്റപ്പെടുത്തി. പ്രദേശത്തെ എല്ലാ വീടുകളിലും വെള്ളം കയറിയതോടെ ഇവർക്ക് ദുരിതാശ്വാസ ക്യാമ്പുകൾ ആശ്രയമായി. വീട്ടുമുറ്റത്തുണ്ടായിരുന്ന വാഹനങ്ങളെല്ലാം വെള്ളത്തിലായി. ദേശീയപാതയിൽ നിന്നുൾപ്പെടെ 5 റോഡുകളാണ് പുലക്കാട്ടുകരയിലേക്ക് എത്തുന്നത്. റോഡെല്ലാം പുഴയായതോടെ രക്ഷാപ്രവർത്തനങ്ങൾക്കും തടസ്സം നേരിട്ടു. ഒരു രാത്രിയും പകലും കഴിഞ്ഞിട്ടും നേരിയ തോതിൽ മാത്രമാണ് വെള്ളം താഴ്ന്നത്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാത 7 ദിവസത്തിനകം സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് ദുരന്ത സാധ്യത ഒഴിവാക്കുന്നതിന് മുൻപ് നിർദ്ദേശം നൽകിയിരുന്നു. ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ ലഭിക്കുകയും അന്വേഷണത്തിൽ ശരിയെന്ന് ബോധ്യപ്പെട്ടതിനാലുമാണ് കളക്ടറുടെ ഉത്തരവ്. റോഡ് സഞ്ചാരയോഗ്യമാക്കി 7 ദിവസത്തിനകം നേരിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാതിരുന്നാൽ കേരള റോഡ് ട്രാൻസ്പോർട്ട് പ്രോജക്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം ശിക്ഷാ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ ഉത്തരവിട്ടു. ജില്ലയിലെ 3 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 1 സീറ്റിൽ NDAയും 2 സീറ്റിൽ LDFും വിജയിച്ചു. പാവറട്ടി പഞ്ചായത്ത് കാളാനി 1-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ NDA മുന്നണി അട്ടിമറി വിജയം നേടി. 291 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UDFന്റെ സിറ്റിംഗ് സീറ്റ് BJP പിടിച്ചെടുത്തത്. BJPയിലെ സരിത രാജീവിന് 556 വോട്ടും SDPI സ്ഥാനാർത്ഥിയായ ഷാമില ഹബീബ്
265 വോട്ടും കോൺഗ്രസിലെ ഷജിന സന്തോഷ് 97 വോട്ടും CPM സ്വതന്ത്ര ബബിത സുരേഷ് 29 വോട്ടും നേടി. ചാവക്കാട് PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ OH റംല വരണാധികാരിയായിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറി ഷുബുദാസ് കൊമേരി വോട്ടെണ്ണലിന് നേതൃത്വം നൽകി. ഒന്നാം വാർഡിൽ നിന്നും കഴിഞ്ഞ തവണ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച സിന്ധു അനിൽകുമാറിനെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യയാക്കിയതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. പഞ്ചായത്ത് ഭരണസമിതിയിലെ 15 മെമ്പർമാരിൽ UDF-ന് 5-ഉം LDF-ന് 5-ഉം BJP-ക്ക് 2-ഉം SDPI-ക്ക് 2-ഉം ഒരു സ്വതന്ത്ര അംഗവുമാണ് ഇപ്പോൾ ഉള്ളത്. സ്വതന്ത്ര അംഗം MM റജീന ഇടതുമുന്നണിയുടെ പിന്തുണയോടെയാണ് ഇപ്പോൾ പ്രസിഡന്റായി ഭരണത്തിന് നേതൃത്വം നൽകുന്നത്. പാവറട്ടി പഞ്ചായത്ത് കാളാനി 1-ാം വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടിയ BJP ആഹ്ലാദ പ്രകടനം നടത്തി. മാള വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ കൊമ്പത്തുകടവ് ഡിവിഷനിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ LDF സീറ്റ് നിലനിർത്തി. CPI പ്രതിനിധിയായ സുമിത ദിലീപ് 259 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. UDF സ്ഥാനാർത്ഥി നസിയ മർസൂഖിനെയാണ് പരാജയപ്പെടുത്തിയത്. ബീന സുധാകരന്റെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. സുമിത ദിലീപ് 1950 വോട്ടും കോൺഗ്രസിലെ നസിയ മർസൂഖ് 1691 വോട്ടും BJP-യിലെ ചിന്നു സജീഷ് 791 വോട്ടും നേടി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബീന സുധാകരൻ 812 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് ഭരണം LDF നേതൃത്വത്തിലാണ്. മുള്ളൂർക്കര പഞ്ചായത്തിലെ 11-ാം വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി KB ജയദാസ് 217 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. KB ജയദാസിന് 554 വോട്ടും UDF സ്ഥാനാർത്ഥി NS വർഗീസിന് 337 വോട്ടും BJP സ്ഥാനാർത്ഥി സുരേന്ദ്രൻ 59 വോട്ടും ഇടത് വികസന സ്ഥാനാർത്ഥി MN ഭാസ്കരന് 43 വോട്ടും ലഭിച്ചു. LDF സ്ഥാനാർത്ഥി വിജയിച്ചതിനെ തുടർന്ന് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. പൂതുരുത്തി സ്വദേശിയായ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. മിണാലൂർ മാരാത്ത് വാദ്യ എക്യുപ്മെന്റ്സ് ഉടമ രാജേഷ് മാരാർക്കാണ് വെട്ടേറ്റത്. തലയ്ക്ക് വെട്ടേറ്റ രാജേഷിനെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പാർക്കിംഗിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ച പ്രതിയെ മെഡിക്കൽ കോളേജ് പോലീസ് പിടികൂടി. പാലക്കാട് പുതുക്കോട് സ്വദേശിയായ അബ്ദുൾ സലാമാണ് പിടിയിലായത്. ആശുപത്രിയുടെ കാഷ്വാലിറ്റിയുടെ എതിർവശത്തുള്ള പാർക്കിംഗ് ഗ്രൌണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന പാലക്കാട് സ്വദേശിയായ രോഗിയുടെ ഭർത്താവിന്റെ ബൈക്കാണ് ഇയാൾ മോഷ്ടിച്ചത്. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ CL ഷാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബൈക്ക് സഹിതം കോഞ്ചേരി ജംഗ്ഷനിൽ നിന്നുമാണ് മോഷ്ടാവിനെ പിടികൂടിയത്. വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വെറ്റിലപ്പാറയിൽ കാട്ടാനയുടെ ജഡം കണ്ടെത്തി. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഫാക്ടറി ഭാഗത്തെ കടവിന് സമീപത്താണ് വെള്ളത്തിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ ജഡം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം വാഴച്ചാൽ ഭാഗത്ത് ഒഴുക്കിൽപ്പെട്ട ആനയെയാണ് ചത്ത നിലയിൽ കണ്ടതെന്നാണ് നിഗമനം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആനയുടെ ജഡം സംസ്കരിക്കുമെന്ന് വാഴച്ചാൽ DFO R ലക്ഷ്മി അറിയിച്ചു. കരുമത്ര പാറപ്പുറം പടിഞ്ഞാട്ടുമുറിയിൽ കോൺക്രീറ്റ് പാലം തകർന്നു. 3 വീടുകൾ ഒറ്റപ്പെട്ടു. വീടുകൾ തകരാതിരിക്കാൻ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് തടയാൻ സന്നദ്ധ പ്രവർത്തകർ മതിൽ പൊളിച്ചു മാറ്റുന്നതിനിടയിലാണ് സമീപത്തെ പാലം തകർന്നത്. ഈ സമയം പാലത്തിനടുത്ത് നിരവധി പേരുണ്ടായിരുന്നു. അത്ഭുതകരമായാണ് ഇവർ രക്ഷപ്പെട്ടത്. താമസക്കാരെ സുരക്ഷിതമായി മറ്റിടങ്ങളിലേക്ക് മാറ്റിയിരുന്നു. വീടുകളും ഭാഗികമായി തകർന്നു. പാറപ്പുറം താമരക്കുളം ഭാഗത്തെ വീടുകളിലും വില്ലേജ് ഓഫീസിലും വെള്ളം കയറി. സന്നദ്ധ പ്രവർത്തകരെത്തിയാണ് ഫയലുകളും മറ്റും സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിയത്. മതിലകം കൂരിക്കുഴി ശ്രീനാഥ് കൊലക്കേസ് പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവും 2,50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കോഴിപ്പറമ്പിൽ ഷിജിൽ, തമിഴൻ റജി എന്ന് വിളിക്കുന്ന റജി എന്നിവരെയാണ് തൃശൂർ 1-ാം അഡീഷണൽ കോടതി ജീവപര്യന്തം കഠിന തടവിനും 6 വർഷം കഠിന തടവും 2,50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. 2003 ഡിസംബർ 19-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KB സുനിൽകുമാർ, അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KP അജയ്കുമാർ എന്നിവർ കോടതിയിൽ ഹാജരായി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രതീകാത്മകമായി ആനയെ നടയിരുത്തി. ഗുരുവായൂർ തുളസില ഡിവൈൻ ഫ്ളാറ്റിൽ താമസിക്കുന്ന രമ P മേനോനാണ് ആനയെ നടയിരുത്തിയത്. ഇതിനായി 10 ലക്ഷം രൂപ ദേവസ്വത്തിൽ അടച്ചു. ദേവസ്വം കൊമ്പൻ വിനായകനെയാണ് ചടങ്ങിന് നിയോഗിച്ചത്. രാവിലെ ശിവേലിക്ക് ശേഷം കൊടിമരച്ചുവട്ടിലായിരുന്നു ചടങ്ങ്. മേൽശാന്തി PS മധുസൂദനൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ KP വിശ്വനാഥൻ, VG രവീന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ജീവധനം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ KS മായാദേവി, ക്ഷേത്രം
DA പ്രമോദ് കളരിക്കൽ, അസിസ്റ്റന്റ് മാനേജർ E. സുന്ദരരാജ്, പാരമ്പര്യ അവകാശികളായ മാതേവാട്ട് ചന്ദ്രശേഖരൻ നമ്പ്യാർ, കണ്ടിയൂർ പട്ടത്ത് വാസുദേവൻ നമ്പീശൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി. വയനാട്ടിലെ ദുരിതബാധിതർക്ക് KSFEയുടെ കൈത്താങ്ങ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് KSFE മാനേജ്മെന്റും ജീവനക്കാരും ചേർന്ന് 5 കോടി രൂപ നൽകാൻ തീരുമാനിച്ചതായി KSFE അധികൃതർ അറിയിച്ചു. ദുരിതബാധിതരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ KSFEയുടെ പങ്കാളിത്തം സർക്കാർ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ഉറപ്പുവരുത്തുമെന്നും അധികൃതർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കരുവന്നൂർ പുഴയ്ക്ക് കുറുകെയുള്ള ഇല്ലിക്കൽ റെഗുലേറ്ററിൽ തടഞ്ഞ മാലിന്യങ്ങൾ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. ക്രെയിൻ എത്തിച്ചാണ് വലിയ മരങ്ങൾ നീക്കം ചെയ്യുന്നത്. ഷട്ടറുകൾ പൂർണ്ണമായും ഉയർത്താത്തതുമൂലമാണ് മാലിന്യക്കൂമ്പാരം അടിഞ്ഞുകൂടാൻ ഇടയാക്കിയത്. ഇതോടൊപ്പം വലിയ മരങ്ങൾ കൂടി ഒഴുകിയെത്തിയതോടെ ശോചനീയാവസ്ഥയിലുള്ള റെഗുലേറ്ററിന്റെ അവസ്ഥ കൂടുതൽ അപകടാവസ്ഥയിലായി. നേരത്തെ തകരാറിലായ ചില ഷട്ടറുകൾ ഇപ്പോഴും ഉയർത്താൻ സാധിച്ചിട്ടില്ല. കരുവന്നൂർ പുഴയോരത്തുള്ള വീടുകളിൽ വെള്ളം കയറി. മന്ത്രി ഡോക്ടർ R. ബിന്ദു ഇല്ലിക്കൽ റെഗുലേറ്റർ പരിസരം സന്ദർശിച്ചു. നടുറോഡിലെ ആനകളുടെ നീരാട്ട് കൗതുക കാഴ്ചയായി. കുന്നുംകുളം വടക്കാഞ്ചേരി സംസ്ഥാനപാതയിൽ നെല്ലുവായിലാണ് ആനകൾ വിസ്തരിച്ച് കുളിച്ചത്. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ ആനയൂട്ടിൽ പങ്കെടുക്കാനെത്തിയ ആനകളെ നെല്ലുവായ് പാടശേഖരത്തിന് നടുവിലൂടെ പോകുന്ന റോഡിലെ വെള്ളത്തിലൂടെ നടത്തിയാണ് കൊണ്ടുപോയത്. തിരികെ വരുമ്പോഴാണ് ഒഴുക്കുള്ള തെളിനീരിൽ ആനകൾ നീരാടിയത്. പല ആനകളും നടുറോഡിൽ വിസ്തരിച്ച് കുളിച്ചാണ് മടങ്ങിയത്. റോഡിലെ വെള്ളം ഇറങ്ങുന്നത് കാണാനെത്തിയ നാട്ടുകാർക്കും വഴിയാത്രക്കാർക്കും കൗതുക കാഴ്ച കൂടിയായിരുന്നു ഇത്. ശാന്തരായി കിടന്ന് കുളിക്കുന്ന ആനകളെ നിരവധി പേരാണ് മൊബൈൽ ഫോണുകളിൽ പകർത്തിയത്. ഗുരുവായൂർ റെയിൽവേ പാളത്തിൽ വെള്ളം കയറിയതിനാൽ ഗുരുവായൂരിലേക്കുള്ള ട്രെയിൻ സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കിയതായി റെയിൽവേ അറിയിച്ചു. വ്യാഴാഴ്ചത്തെ ഗുരുവായൂർ തിരുവനന്തപുരം ഇന്റർസിറ്റി, ഗുരുവായൂർ മധുരൈ എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ തൃശൂരിൽ നിന്നാകും യാത്ര ആരംഭിക്കുക. ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ പുതുക്കാട് നിന്നും സർവീസ് നടത്തും. എറണാകുളം ഗുരുവായൂർ പാസഞ്ചർ ട്രെയിൻ തൃശൂർ വരെ മാത്രമേ സർവീസ് നടത്തൂ. ഉച്ചയ്ക്കുള്ള ഗുരുവായൂർ എറണാകുളം പാസഞ്ചർ തൃശൂരിൽ നിന്നും, തൃശൂർ കണ്ണൂർ പാസഞ്ചർ ഷൊർണൂരിൽ നിന്നുമാകും സർവീസ് തുടങ്ങുക. കൂടാതെ ഷൊർണൂർ തൃശൂർ, ഗുരുവായൂർ തൃശൂർ, തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനുകൾ പൂർണ്ണമായും റദ്ദാക്കിയതായും റെയിൽവേ അറിയിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണ-വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6385 രൂപ, പവന് 51,080 രൂപ. വെള്ളി ഗ്രാമിന് 90 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3288 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 270 കടന്നു. രക്ഷാപ്രവർത്തനത്തിനായി തൃശൂരിൽ നിന്നും 40 അംഗ സിവിൽ ഡിഫൻസ് സേനാംഗങ്ങൾ വയനാട്ടിലെത്തി. മഴപ്പെയ്ത്തിൽ ദുരിതം തീരാതെ ജില്ല. ഭാരതപ്പുഴയിൽ കേന്ദ്ര ജല കമ്മീഷന്റെ പ്രളയ മുന്നറിയിപ്പ്. പിച്ചി ഡാം അനിയന്ത്രിതമായി തുറന്ന സാഹചര്യം അന്വേഷിക്കുന്നതിന് ജില്ലാ കളക്ടർ സബ് കളക്ടറെ ചുമതലപ്പെടുത്തി. ഇഞ്ചമുടി വൈക്കോൽച്ചിറയിലുള്ള കരുവന്നൂർ പുഴമുഖത്തെ സ്ലൂയിസ് തള്ളിപ്പോയി. പെരിങ്ങൽകുത്ത് ഡാമിലെ 2 സ്ലൂയിസ് ഗേറ്റ് കൂടി തുറക്കും. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വ്യാഴാഴ്ചയും അവധി. തൃശൂർ നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നു. പെരിങ്ങാവിൽ വീടുകളിൽ കുടുങ്ങിയ വയോധികരെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. മന്ത്രി R. ബിന്ദു ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചു. മണലിപ്പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് നെന്മണിക്കര, പുതുക്കാട്, ആമ്പല്ലൂർ എന്നിവിടങ്ങളിൽ പ്രളയസമാനമായ രീതിയിൽ വെള്ളമുയർന്നു. നെന്മണിക്കര പഞ്ചായത്തിൽ 1000-ലധികം വീടുകളിൽ വെള്ളം കയറി. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാത 7 ദിവസത്തിനകം സഞ്ചാരയോഗ്യമാക്കാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. റിപ്പോർട്ട് സമർപ്പിച്ചില്ലെങ്കിൽ KSTP എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടിയെടുക്കുമെന്ന് കളക്ടർ. ജില്ലയിലെ 3 വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDF-ന് മുന്നേറ്റം. പാവർട്ടി പഞ്ചായത്തിലെ സീറ്റ് UDF-ൽ നിന്ന് പിടിച്ചെടുത്ത് NDA. മുളൂർക്കരയിലും വെള്ളാങ്ങല്ലൂരിലും LDF സീറ്റ് നിലനിർത്തി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.